പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഞായറാഴ്ചയുടെ പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. നമ്മുടെ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിപ്പാനുള്ള ഒരവസരം കൂടെ ദൈവം തന്നിരിക്കുന്ന ഒരു പകൽവേളയാണിത്. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നാം ദൈവത്തെ ആരാധിക്കാനായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ തീർച്ചയായും ഇന്നത്തെ പകൽക്കാലം നാം ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് മഹത്വം കരയറ്റണം. ആരാധനയ്ക്കായി, ദൈവത്തെ ആരാധിപ്പാനായി നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും നമുക്ക് അതിനായി ഒരുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 116 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. ഇവിടെ സങ്കീർത്തക്കാരൻ പറയുന്ന ഒരു പ്രധാനമായ കാര്യം, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടു. ആരാണ് നമ്മുടെ ദൈവം? നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുന്ന ദൈവമാണ്. ഒരു വിശുദ്ധ പകൽക്കാലം കൂടെ, ഒരു ഞായറാഴ്ചയുടെ പ്രഭാതം കൂടെ ദൈവം തന്നിരിക്കുമ്പോൾ ഈ പകൽക്കാലം നാം ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ നാം ഉപയോഗിക്കേണ്ടതാണ്. എന്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം? നാം എന്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റണം? സങ്കീർത്തക്കാരൻ പറയുന്നു, ദൈവം എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർ കേൾക്കാത്ത 2 കാര്യങ്ങളാണ്. 1, നമ്മുടെ പ്രാർത്ഥനകൾ. 2, നമ്മളുടെ അപേക്ഷകൾ അല്ലെങ്കിൽ നമ്മുടെ യാചനകൾ. എന്നാൽ മനുഷ്യർ കേൾക്കാത്തതും ദൈവം കേൾക്കുന്നതുമായി 2 കാര്യങ്ങൾ. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു, ദൈവം നമ്മുടെ യാചനകൾക്ക് മറുപടി തന്നു. അങ്ങനെയെങ്കിൽ നാം ഓർത്തുകൊണ്ടുക, ഞാൻ അവനെ സ്നേഹിക്കുമെന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കഴിയും? എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ യാചനകൾക്ക് മറുപടി തന്നെങ്കിൽ നാം ദൈവത്തിന് പ്രത്യുപകാരമായി ചെയ്യേണ്ടത് എന്താണ്? ഈ ദൈവത്തെ അധികമായി നമ്മൾ സ്നേഹിക്കണം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യാതിരുന്നാൽ നിങ്ങൾ കള്ളന്മാരത്രേ. ദൈവത്തെ വെറുതെ വാഗൊണ്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. ദൈവത്തെ നമ്മൾ ദൈവകൽപ്പനകൾ അനുസരിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം. വിശുദ്ധ പകൽക്കാലം ആരാധനയ്ക്കായി ദൈവാലയത്തിലേക്ക് നാം പോകണം. ലഭിക്കുന്ന സമയമൊക്കെ നാം ദൈവത്തിന് നന്ദി പറയണം, ദൈവത്തെ സ്തുതിക്കണം. കാരണം അത്രയധികമായിട്ടാണ് ദൈവം നമുക്ക് മറുപടികൾ തന്നത്. 2-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെ ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കും. ദൈവം നമ്മുടെ ചെവി, ദൈവത്തിൻ്റെ ചെവി നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്നത്തെ പകൽക്കാലം ദൈവം നമുക്കായി തുറന്നു വെച്ച ആ ചെവി എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കാനാണ്, നമ്മുടെ അപേക്ഷ കേൾക്കാനാണ്. ആകയാൽ ഈ പകൽക്കാലം നമ്മുടെ ദൈവത്തോട് നമുക്ക് യാചിക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആയതുപോലെ ഇന്നത്തെ പകൽക്കാലം ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് ദൈവത്തിന് സാക്ഷി പറയുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. ആരും ചെയ്യാത്തത് ദൈവം നമുക്ക് ചെയ്തു തന്നില്ലേ? ആരും നൽകാത്തത് ദൈവം നമുക്ക് നൽകിയില്ലേ? ആരും കേൾക്കാത്തത് ദൈവം നമ്മൾക്ക് വേണ്ടി കേട്ടില്ലേ? ആരും പറയാത്ത ഉത്തരം ദൈവം നമുക്ക് തന്നില്ലേ? ആകയാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ നാവെടുത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നാവെടുത്ത് ദൈവത്തെ ആരാധിക്കാം. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ വിശ്വസ്തനാണ്, വിശുദ്ധിയുടെ ദൈവമാണ്. ആ വിശ്വസ്തനും വിശുദ്ധിയുള്ളവരുമായ കർത്താവിനെ ഇന്ന് പകൽക്കാലം നമുക്ക് അതാതിടങ്ങളിൽ ആയിരിക്കുന്നിടത്ത് നമുക്ക് ആരാധിക്കാം, ദൈവത്തിന് മഹത്വം കരേറ്റാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.